പേടിച്ച് വിറങ്ങലിച്ച രാജ്കുമാറിനും ഭാര്യയ്ക്കും എന്തെങ്കിലും ഒന്ന് ചെയ്യാനാകും മുമ്പേ തോക്കിൻ മുനകൾ ദേഹത്ത് അമർത്തി സംഘം അവരെ ഫാം ഹൗസിന്റെ പുറത്തേക്ക് നടത്തി. അവിടെ കണ്ണുകളിൽ തീജ്വാലയുമായി ഒരാൾ കാത്തുനിൽപ്പുണ്ട്. മെലിഞ്ഞ ശരീരം, കൊമ്പൻ മീശ. കാടിന്റെ നിശബ്ദതയിൽ ഒരു കൊടുങ്കാറ്റുയർന്നു. രാജ്കുമാറും പാർവതമ്മയും സ്തംഭിച്ചുപോയി. മുന്നിൽ വീരപ്പൻ. കാടിന്റെ ഓരോ ചലനവും മനഃപാഠമാക്കി അവിടുത്തെ നിയമങ്ങൾ തന്റേതാക്കിയ കാട്ടുരാജാവ്. 3 പതിറ്റാണ്ടുകാലം കാടിനെ കവർന്ന് കടല് കടത്തി രാജ്യത്തെ നിയമവ്യവസ്ഥയാകെ വിരൽ ചൂണ്ടി വെല്ലുവിളിച്ചവൻ. സ്വയം രക്ഷയ്ക്കായി സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ അടക്കം കൊന്നു തള്ളിയ ചോര കണ്ടറപ്പുമാറിയ നരാധമൻ. സ്വരുക്കൂട്ടിയ സമ്പാദ്യത്തിന്റെ ഒരു പങ്ക് കൊടുത്ത് സത്യമംഗലം വനമേഖലയിലെ ദരിദ്രരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും കണ്ണീരൊപ്പിയ ജനനായകൻ. രാജ്കുമാറിനെയും മറ്റു 3 പേരെയും ബന്ദികളാക്കി വാഹനത്തിൽ കയറ്റി പാർവതമ്മയുടെ കയ്യില് ഒരു കാസറ്റ് ഏൽപ്പിച്ച് അതിവേഗം വീരപ്പനും സംഘവും കാട്ടിലേക്ക് മറഞ്ഞു. കർണാടക മുഖ്യമന്ത്രിക്കുള്ള വീരപ്പന്റെ ആ ശബ്ദ സന്ദേശവും കയ്യിൽ പിടിച്ച പാർവതമ്മ എന്തു ചെയ്യണമെന്നറിയാതെ തരിച്ചു നിന്നു. തെന്നിന്ത്യൻ സിനിമയിലെ മുടിചൂടാമനായ രാജ്കുമാറിനെ കാട്ടുരാജാവ് വീരപ്പൻ തട്ടിക്കൊണ്ടുപോയെന്ന വാർത്ത കേട്ടാണ് പിറ്റേന്ന് രാജ്യം പുലരുന്നത്. ദിവസങ്ങൾ ആഴ്ചകളായിട്ടും രാജ്കുമാറിനെ മോചിപ്പിക്കാനാവാതെ വന്നതോടെ നാടെങ്ങും കലാപങ്ങളായി. രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയത് തമിഴ്നാട്ടിൽ നിന്നായതിനാൽ കർണാടകയിലാകെ തമിഴർ ആക്രമിക്കപ്പെട്ടു. സിനിമയും വ്യവസായങ്ങളും നിലച്ചു. അക്ഷരാർത്ഥത്തിൽ കർണാടക കലങ്ങിമറിഞ്ഞു. ഇതിനിടെ രാജ്കുമാറിനെ വിട്ടയക്കാനുള്ള വീരപ്പന്റെ നിബന്ധനകളെത്തി. കർണാടക ജയിലിലെ 121 ടാഡ തടവുകാരെയും തമിഴ്നാട്ടിലെ 5 തമിഴ് ദേശീയവാദികളെയും മോചിപ്പിക്കുക. കാവേരി നദീ ജലക്കരാർ നടപ്പിലാക്കുക. കർണാടകയിൽ തമിഴിനെ 2ാം ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കുക. ഒരു കാട്ടുകൊള്ളക്കാരന് ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ താരത്തെ തട്ടിക്കൊണ്ടുപോകുന്നു. വിട്ടയക്കാനായി ഉന്നയിക്കുന്നതോ അടിമുടി രാഷ്ട്രീയ ആവശ്യങ്ങൾ. അമ്പരപ്പ് മാറാതെ രാജ്യം ചോദിച്ചു, എന്താണ് അയാളുടെ ലക്ഷ്യം?